ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പി വീഡിയോയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ആവശ്യമായ സാധനങ്ങൾ: 4 തക്കാളി, 5 സവാള, 1.5 ടേബിൾ സ്പൂൺ ചില്ലി പേസ്റ്റ്, 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 പിടി മല്ലിയില, 1 പിടി പുതിനയില. പൊടികളായിട്ട് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ മുളക് പൊടി, 200 സൺഫ്ലവർ ഓയിൽ, ആവശ്യത്തിന് നെയ്യ്, 1 ചെറുനാരങ്ങ, 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 കപ്പ് തൈര്. ചിക്കൻ 1 കിലോ. ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. പാത്രത്തിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലും പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും എടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയും ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. സവാള നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. സവാള ഒന്ന് വാടിയതിന് ശേഷം നമുക്കതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ചില്ലി പേസ്റ്റും ചേർത്ത് കൊടുക്കാം. സവാള വാടാനുള്ള ഉപ്പ് ആദ്യം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് കുറച്ച് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളിയും കൂടെ തന്നെ മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതൊക്കെ ഒന്ന് വാടിയതിന് ശേഷം നമുക്കതിലേക്ക് പൊടികളായിട്ടുള്ള മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല എന്നിവ ചേർത്ത് കൊടുക്കാം. ഇതിൽ മല്ലിപ്പൊടിയും മുളക് പൊടിയും ഓപ്ഷണലാണ്, അത് ചേർത്ത് കൊടുക്കണമെന്നില്ല. മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും കുരുമുളക് പൊടിയും മാത്രം ചേർത്ത് കൊടുത്താൽ മതി. കുരുമുളക് പൊടി നമ്മുടെ എരിവിന് ആവശ്യത്തിന് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എടുത്ത് വെച്ചിരിക്കുന്ന 1 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ നമുക്കതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ചിക്കനൊന്ന് ഹാഫ് കുക്കായി കിട്ടിയാൽ മതി. ബാക്കി ഇത് ദമ്മിൽ കിടന്നൊന്ന് കുക്കായി കിട്ടും. അപ്പോൾ കുറഞ്ഞ ടൈം ഇതൊന്ന് കുക്ക് ചെയ്താൽ മതി. ഇത്രയേ ഉള്ളൂ. നമ്മുടെ മസാല, ബിരിയാണിയിലേക്കുള്ള മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള റൈസ് റെഡിയാക്കി എടുക്കാം. റൈസ് നമ്മൾ നെയ്ച്ചോറാക്കി വെക്കുകയല്ല ചെയ്യുന്നത്, തിളപ്പിച്ച് ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് നമ്മൾ വെള്ളത്തിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക, ബേ ലീഫ്, മല്ലിയില, ഉപ്പ് ഇവ ചേർത്തിട്ട് നമുക്ക് വെള്ളം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് കഴുകി വെച്ചെടുക്കുന്ന 1 കിലോ അരിയാണ് എടുത്തിട്ടുള്ളത്. ആ അരി ചേർത്തിട്ട് നമുക്കിതൊന്ന് ഊറ്റിയെടുക്കാം. 3/4% വേവായതിന് ശേഷം നമുക്കിതൊന്ന് ഊറ്റിയെടുക്കാം. എന്നിട്ട് നമുക്ക് മസാലയുടെ മുകളിലായി റൈസ് ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് ദം ചെയ്തെടുക്കാം. കുറച്ചൊരു പകുതി റൈസ് ഇട്ടതിന് ശേഷം നമുക്ക് ഗരം മസാലയും നെയ്യും മല്ലിയിലയും ഒന്ന് ചേർത്ത് കൊടുക്കാം. ലെയറായിങ്ങാണ്ട് നമുക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഈ വെള്ളത്തിലേക്ക് നമ്മൾ പിഴിഞ്ഞ നാരങ്ങൻ്റെ തോട് ചേർത്ത് കൊടുത്തിരുന്നു. അത് നമുക്ക് ദം ചെയ്യുന്ന ടൈമിൽ അതെടുത്ത് ഒഴിവാക്കാം. എന്നിട്ട് നമുക്കൊരു അരമണിക്കൂർ ടൈമിൽ നമുക്കിതൊന്ന് ദം ചെയ്തെടുക്കാം. അരമണിക്കൂറിന് ശേഷം നമുക്ക് ഇതൊന്ന് പൊട്ടിച്ച് റൈസും മസാലയും സെപ്പറേറ്റ് ആക്കാം. എന്നിട്ട് റൈസ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. മസാലയും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഞങ്ങളിവിടെ റൈസും മസാലയും തമ്മിൽ സെപ്പറേറ്റ് ആക്കിക്കൊണ്ടാണ് എടുക്കാറ്. ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. Thank you.